കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ ഏറ്റവും വലിയ ആവേശത്തിൽ എത്തിച്ചത് മോഹൻലാലിന്റെ ജിത്തു മാധവൻ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു. ഒരു റൂമറായി നിന്ന സിനിമ അത് കൺഫേമായി എന്ന വിവരങ്ങളാണ് അവർക്ക് മുന്നിലേക്ക് എത്തിയത്. ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ സിനിമയ്ക്ക് നിർമ്മാതാക്കളായി എത്തുന്നത് ഗോകുലം മൂവീസ് ആണ്. അതും ഏറ്റവും വലിയൊരു സിനിമ തന്നെ അവർ ഒരുക്കാൻ പോവുകയാണ്. ബിഗ് ബജറ്റ് ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് ചിത്രം എന്ന രീതിയിലാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോഹൻലാൽ ആരാധകരെ ആവേശഭരിതരാക്കിയ പുതിയ സിനിമയുടെ പ്രഖ്യാപനമാണ് എങ്കും നിറയുന്നത്. ആവേശം, രോമാഞ്ചം തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ ജിത്തു മാധവനൊപ്പം മോഹൻലാൽ ഒന്നിക്കുന്നു. വാർത്ത സത്യമാണ്. വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഗോകുലം ഗോപാലനാണ് നിർമ്മിക്കുന്നത്. ജിത്തു മുൻപ് ചെയ്ത 2 സിനിമകൾ പോലെ തന്നെ ഇതും ബാംഗ്ലൂരു പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമ തന്നെയായിരിക്കും. ഈ സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം പകുതിയോടെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മോഹൻലാലും ഗോകുലം മൂവീസും ഒരുമിക്കുന്ന 2ാമത്തെ സിനിമയാണിത്. ഗോകുലം നിർമ്മിച്ച് നിവിൻ പോളി നായകനായ കായംകുളം കൊച്ചുണ്ണിയിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. എന്നാൽ ഗോകുലം മൂവീസിന് മോഹൻലാലുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം കുറച്ച് നാളായി തന്നെ ഉണ്ടായിരുന്നു. ഒരു ഗംഭീര മോഹൻലാൽ നായകനാകുന്ന ചിത്രം ചെയ്യണം എന്ന ആഗ്രഹം അതൊരു അഭിമുഖത്തിൽ ഗോകുലം ഗോപാലിനോട് തന്നെ ചോദിക്കുകയുണ്ടായി. അതിനുവേണ്ടിയുള്ള ചർച്ചകളിൽ ആണെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞതും. ഗോകുലം നിരവധി ബിഗ് ബജറ്റ് സിനിമകൾ അല്ലെങ്കിൽ മലയാള സിനിമയിൽ നിരവധി വലിയ താരങ്ങളുമായി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മോളിവുഡിലെ ഏറ്റവും വലിയ താരമായ മോഹൻലാലിനൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ ഇതുവരെ അവർക്ക് കഴിയാതെ പോയി. ആ സാധനത്തിന് അനുയോജ്യമായ ഒരു തിരക്കഥയ്ക്കും പ്രോജക്റ്റിനും വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ അത് സംഭവിക്കുകയാണ്. മോഹൻലാൽ ജിത്തു മാധവൻ പ്രോജക്റ്റ് നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണ്. അതും ഒരു ചെറിയ ചിത്രമൊന്നുമല്ല, ഒരു വമ്പൻ ചിത്രം തന്നെയാണ് അവർ ഒരുക്കാൻ പോകുന്നത്. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും. ഏതാണ്ട് 140 ദിവസം ചിത്രീകരണം ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് ഈ ചിത്രം. വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. സുശീൽ ശ്യാമാകും സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. മാർച്ചിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ചിത്രത്തിലെ അണിയറ പ്രവർത്തകരുടെ ലിസ്റ്റ് തന്നെ അവർ പങ്കുവച്ചിട്ടുണ്ട്. മോഹൻലാലും ജിത്തു മാധവനും ഒന്നിക്കുന്ന ഗോകുലം മൂവീസിൽ മ്യൂസിക് ഡയറക്ടറായി സുശീൽ ശ്യാം എത്തുമ്പോൾ DOP ചെയ്യുന്നത് ഉണ്ണി പാലോടാണ്. കോസ്റ്റ്യൂം മഷർ ഹംസ. ലൊക്കേഷൻ ബാംഗ്ലൂരു. 2025 പകുതിയോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും. ഏതാണ്ട് 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ചിത്രത്തിന്റെ DOP ചെയ്യുന്ന ഉണ്ണി പാലോട് എന്ന് പറയുന്നത് സമീർ താഹിർ, ഗിരീഷ് ഗംഗാധരൻ, ഷൈജു ഖാലിദ്, ജിൻഡോ തുടങ്ങിയവരുടെ ചീഫ് അസോസിയേറ്റ് ക്യാമറാമാനായി വർക്ക് ചെയ്ത ആളാണ്. അതും അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് സർക്കാർ, വിക്രം, മിന്നൽ മുരളി, ആവേശം, രോമാഞ്ചം തുടങ്ങിയ സിനിമകളിലും. ഒരു പുതിയ ടീം തന്നെ ജിത്തു മാധവനൊപ്പം ഒന്നിക്കുകയാണ്. സുശീൽ ശ്യാമിന്റെ സംഗീതത്തിൽ മോഹൻലാലിന്റെ ഒരു ഗംഭീര സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. അതും സംഭവിക്കുന്നു. കൂടാതെ ആവേശം പോലെ കോമഡി, ആക്ഷൻ, എന്റർടൈൻമെന്റ്, ബിഗ് ബജറ്റ് സിനിമ അതും ബാംഗ്ലൂരിൽ തന്നെ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണോ എന്നതാണ് വലിയൊരു ചോദ്യമായി പ്രേക്ഷകർ ചോദിക്കുന്നത്. തമിഴകത്ത് SU പോലെ ജിത്തു മാധവന്റെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണോ എന്നതും അവർ ചോദിക്കുകയാണ്. ജിത്തു മാധവൻ ഒരുക്കുന്ന ബാംഗ്ലൂരു ബേസുള്ള കഥകളുടെ ഒരു കൂട്ടത്തിലേക്ക് മോഹൻലാലിനെയും കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇതൊക്കെ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും. അങ്ങനെ ഒരു ഗംഭീര സിനിമ സംഭവിക്കാൻ പോകുന്നു. ഗംഭീര ഒരു പ്രൊഡക്ഷൻ ഹൗസ് മോഹൻലാലുമായി ഒന്നിക്കുന്നു. ആ സിനിമ കൺഫേമായി. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വാർത്തയായി നമ്മളുടെ മുന്നിൽ എത്തിയത്. അതിലേക്കുള്ള കൂടുതൽ അപ്ഡേറ്റുകളാണ് നമുക്ക് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നതും. അതേസമയം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് ഡിസംബർ 25 തിയേറ്ററിലേക്ക് എത്തുകയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഫാമിലി ഡ്രാമ ചിത്രമായ തുടരുമാണ് ഇനി പുറത്തിറങ്ങാനുള്ള മറ്റൊരു മോഹൻലാൽ സിനിമ. ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. അത് കഴിഞ്ഞ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ 2025 മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ഇതൊക്കെ നിൽക്കുമ്പോൾ പ്രേക്ഷകർ ഒരേപോലെ പറയുന്നുണ്ട്, മോഹൻലാൽ എന്ന നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് മലയാളത്തിൽ എന്നത്. അതെ, അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. കാരണം അത്രയും ഗംഭീര സിനിമകളാണ് മോഹൻലാലിൽ നിന്നും നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അതിന് കൈകൊടുത്ത് നിരവധി ആൾക്കാർ മുന്നോട്ട് വരുന്നു.